നന്ദു, ഏയ് ഏയ് നന്ദു, ഏയ് നന്ദു, നിമ്മി 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 വാ. നന്ദു പേടിച്ചു പോയോ? നന്ദു വരുന്നില്ലേ എൻ്റെ കൂടെ? പപ്പ, മമ്മി, ഒരു സന്തോഷവാർത്ത പറയാനുണ്ട്. നമുക്കിടയിൽ ഇനി ഒരു ദിവസത്തിന്റെ അകലം മാത്രം. സത്യം, പപ്പയും മമ്മയും വരാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞ എന്നോട് ആയമ്മയ്ക്ക് ശരിക്കും ദേഷ്യം തോന്നിക്കാണും. പക്ഷേ അവരൊന്നും പറയാതിരുന്നത് നിമ്മിക്ക് ഭ്രാന്താണെന്ന് കരുതിയാവും. ആളുകളൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. നിമ്മിക്ക് ഭ്രാന്താണ്, നിമ്മിക്ക് ഭ്രാന്താണ്. പപ്പ, നന്ദു അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. പപ്പ വരുന്നതും കാത്തിരുന്ന് ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോ മമ്മ പതുക്കെ പതുക്കെ വന്ന് എന്നെ പുതപ്പിച്ചിട്ട് എൻ്റെ നെറ്റിയിൽ മെല്ലെ തലോടി. പാവം കുട്ടി പപ്പയെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയെന്ന് പരിതപിച്ചിട്ട് നിശബ്ദമായി ഇറങ്ങിപ്പോയി. ഇന്ന് ഞാൻ വരും. ഒരുപക്ഷെ നിലാവുദിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്രഭാതത്തിന് മുൻപ്. ഷുവർ, നാളെ ഈ നേരത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കും. പ്രോമിസ്. എന്തൊരു മറവിക്കാരായി ഈ പപ്പയും മമ്മിയും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയോ? ഇന്നെന്റെ ബർത്ത്ഡേയാ. എനിക്ക് ചിരി വരുന്നു. ജനിച്ചതിന് പിറ്റേന്നേ മരണം, ജനനം മരണം. ഇതിനിടയിലെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ 20 വർഷം ജീവിച്ചു എന്നതാ. മരണമാണ് സത്യം പപ്പ. അതാണ് ശാന്തി, അതാണ് സമാധാനം. ഇത് നന്ദുവിന് അറിയില്ല. അവന് പേടിയാ മരണത്തെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കാത്ത നന്ദു എല്ലായ്പ്പോഴും പറയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന്, മരണം വരെ സ്നേഹിക്കുമെന്ന്. സ്നേഹിച്ചോട്ടെ, അവന്റെ മരണം വരെ. ആർക്കാതി പരാതി? പപ്പയ്ക്കുണ്ടോ? മമ്മയ്ക്കുണ്ടോ? എനിക്കുണ്ടോ? കാറ്റിനുണ്ടോ? ആകാശത്തിനുണ്ടോ? കിളികൾക്കുണ്ടോ? പറയൂ പപ്പ, പറയൂ.
താനെപ്പ എത്തി? വന്നത് അറിഞ്ഞതേയില്ലല്ലോ. 2 in 1. ആദ്യം ഞാൻ എപ്പോൾ വന്നു എന്നുള്ളത്. ഇന്നേക്ക് 20 വർഷം തികയുന്നു. ദ ഗ്രേറ്റ് 20 years. ഓഹ്, ഞാനത് മറന്നു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വെൽക്കം വെൽക്കം, മോസ്റ്റ് വെൽക്കം. ഇനി രണ്ടാമത്തെ ചോദ്യം. വന്നതറിഞ്ഞതേയില്ലെന്ന്. പോകുന്നതും അറിയില്ല ആരും. എന്തേ? നന്ദു, നിൽക്കാൻ. നന്ദു, പ്ലീസ്. എൻ്റെ നന്ദുമോന്, നീ എത്ര നാളായി ഒന്ന് വന്നിട്ട്? ഒരു കത്ത് പോലും അയച്ചിട്ട്. ജോലി തിരക്ക് കാണുമെന്ന് അമ്മയ്ക്കറിയാം. നിനക്ക് ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇഷ്ടത്തിന് നീ എതിര് നിൽക്കില്ലെന്നറിയാം. എങ്കിലും ചടങ്ങിനൊരു പെണ്ണ് കാണൽ മാത്രം. മുഹൂർത്തം വരെ കുറിച്ചു. നീ വരണം. ഇപ്പൊ നിന്റെ പ്രശ്നം വീട്ടുകാർ നിനക്ക് വേറെ കല്യാണം ആലോചിക്കുന്നു. ആമേ കറക്റ്റ്? യാ. എന്നിട്ട് നീ അത് അവളോട് പറഞ്ഞോ? എത്ര വട്ടം പറഞ്ഞടാ, മനസ്സിലാക്കുന്നില്ല അവൾ. പോകാൻ പറടാ, ലോകത്ത് വേറെ പെമ്പിള്ളേരില്ലാത്തതുപോലെ. വിട്ടുകളാ. പ്രശാന്ത്, നീ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ അവളുടെ പാട്ടിന് വിട്. അതല്ലാതെ നീ വെറുതെ ജീവിതം നശിപ്പിക്കല്ലേ. ഇല്ലടാ, നിമ്മിയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവളില്ലാതെ ഞാനില്ല. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ പ്രണയിക്കുന്ന മരണത്തിന് പോലും. നിനക്ക് ഭ്രാന്ത, പ്രേമം തലയ്ക്ക് പിടിച്ച ഭ്രാന്ത്. അതേടാ, എനിക്ക് ഭ്രാന്ത, കൊടിയ ഭ്രാന്ത്. നിനക്ക് പോലും എന്നെ മനസ്സിലാക്കാനാവുന്നില്ലല്ലോടാ. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിന്നെ മനസ്സിലാക്കാഞ്ഞിട്ടുമല്ല. മറ്റാരേക്കാളും നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളാ ഞാൻ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് അവളെയാ. അവളുടെ ചില നേരത്തുള്ള രീതി, സംസാരം, ഭാവം തീരെ നോർമലായി തോന്നുന്നില്ല. എന്തു പറഞ്ഞാലും ചെന്നെത്തുന്നത് മരണത്തിലാ. മരണത്തെക്കുറിച്ച്. മരണം മരണം മരണം. അവളെ എനിക്ക് മനസ്സിലാകുന്നില്ലടാ. ഇതൊരു 4ാം ക്ലാസ് പ്രണയകഥയിലെ നായകൻ പറയുന്ന ഡയലോഗാ. അതിൽ കൂടുതലൊന്നും ഞാൻ കാണുന്നില്ല. ജീവിതം എന്നത് ഒരു നീർക്കുമള പോലെയാ. അതുണ്ടാകുന്നതിന് മുൻപും ശൂന്യത, പൊട്ടിത്തകർന്നാലും ശൂന്യത. ശൂന്യത, അതാണ് സത്യം. വലിയ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലല്ലോ. തൻ്റെ തലയിൽ നിറച്ച് പ്രണയമല്ലേ. സത്യത്തിൽ ഞാനും തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു തന്മാത്ര കൂടുതൽ. ഞാൻ മരണത്തെ സ്നേഹിക്കുന്നു. ഒരു ഒളിച്ചുകളിയാണ് ഞങ്ങൾ തമ്മിൽ. ഞാനും മരണവും തമ്മിൽ. ഒരിക്കൽ ഞങ്ങൾ നേരിൽ കാണും. അത് ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും കൂടിക്കാഴ്ചയാവും. ഉരുകി എരിയുന്നെരിയും മെഴുകുതിരി ദീപം എൻ്റെ ആത്മാവാണ്.
ഈ വയലിൻ പൊഴിക്കുന്ന സംഗീതം എൻ്റെ പ്രാണന്റെ യാത്രാമൊഴിയാണ്. നിമ്മി, നിമ്മി, നിമ്മി. നമുക്ക് പോകാം.